വീണ്ടും ഇസ്രായേൽ ബന്ദികളുടേതെന്ന പേരിൽ ഹമാസ് കൈമാറിയ മൃതദേഹങ്ങൾ മാറിപ്പോയി. വെള്ളിയാഴ്ച റെഡ് ക്രോസ് വഴി ഇസ്രായേലിലെത്തിയ 3 മൃതദേഹങ്ങളാണ് പരിശോധനയ്ക്ക് പിന്നാലെ ബന്ദികളുടേതല്ലെന്ന് സ്ഥിരീകരിച്ചത്. ഇതിനിടെ ഗാസയിൽ തുടർച്ചയായ 5ാം ദിവസവും ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചു. ഖാൻ യൂനിസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. തുടർച്ചയായി 5ാം ദിവസമാണിപ്പോൾ ഇസ്രായേലിന്റെ കനത്ത ആക്രമണം ഗാസയിലേക്ക് വീണ്ടും ഏൽക്കുന്നത്. അതേസമയം തന്നെ ഇത്തരത്തിൽ ഇസ്രായേൽ ബന്ദികളുടേതെന്ന പേരിൽ ഹമാസ് കൈമാറിയ മൃതദേഹങ്ങൾ ഇപ്പോൾ മാറിപ്പോയിരുന്ന വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. വെള്ളിയാഴ്ച റെഡ് ക്രോസ് വഴി ഇസ്രായേലിലേക്ക് എത്തിയ 3 മൃതദേഹങ്ങളാണ് പരിശോധനയ്ക്ക് പിന്നാലെ ബന്ദികളുടേതല്ലെന്ന് സ്ഥിരീകരിച്ചത്. എം.ജി. മിഥുൻ വിവരങ്ങളുമായി ചേർന്നു. മിഥുൻ, 5ാം ദിവസമാണ് ഇത്തരത്തിൽ ഈ വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള തുടർച്ചയായ ആക്രമണം ഗാസയിൽ ഏൽക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇതാ മൃതദേഹം കൈമാറിയത് ബന്ദികളുടേതല്ലെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. എന്താണ് സംഭവിക്കുന്നത്? തുടർച്ചയായി ഇസ്രായേൽ സേനയുടെ ഭാഗത്ത് നിന്ന് കരാർ ലംഘനം ഉണ്ടാകുന്ന സാഹചര്യമാണ് ഗാസയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും വലിയ രീതിയിലുള്ള വ്യോമാക്രമണം ഖാൻ യൂനിസിലും ഒപ്പം തന്നെ തെക്കൻ ഗാസയിലും ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ 5 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ വെള്ളിയാഴ്ച റെഡ് ക്രോസ് വഴി കൈമാറിയിട്ടുള്ള ഹമാസ് കൈമാറിയ മൃതദേഹങ്ങൾ, അതായത് ഇസ്രായേൽ ബന്ദികളുടേതായിട്ടുള്ള മൃതദേഹങ്ങൾ 3 മൃതദേഹങ്ങളായിരുന്നു കൈമാറിയത്. അതിൻ്റെ ശരീരാവശിഷ്ടങ്ങൾ മാത്രമാണ് കൈമാറിയത് എന്നുള്ള ചില ആരോപണങ്ങൾ നേരത്തെ തന്നെ ഇസ്രായേൽ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം ആ മൃതദേഹങ്ങളൊന്നും തങ്ങളുടെ പൗരന്മാരുടേതല്ല എന്നുള്ള ഒരു വിവരം ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഇനി എന്ത് തുടർ നടപടികളാകും സ്വീകരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഹമാസിന്റെ പക്കൽ തങ്ങളുടെ പൗരന്മാരുടെ 13 പേരുടെ മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ഹമാസ് ഇപ്പോഴും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിലാണ് ഈ മൃതദേഹങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള വിവരമാണ് ഹമാസ് പ്രതിനിധികൾ നൽകുകയും ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഈ ഈജിപ്തിൽ നിന്നുമൊക്കെ അത്യാധുനിക സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് വേണം ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ. അത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം കൂടിയാണ് എന്നുള്ളതാണ്. അതിനിടയിലാണ് വീണ്ടും ആക്രമണം ഇസ്രായേൽ സേന കടുപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് നടപടി ഇക്കാര്യത്തിൽ ഹമാസ് സ്വീകരിക്കുമെന്നുള്ളത് കൂടി നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, ഖാൻ യൂനിസിലും ഒപ്പം തന്നെ ഈ തെക്കൻ ഗാസയ്ക്കും പുറമെ വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കാനുള്ള ഒരു നീക്കം നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതായിരുന്നു. വെസ്റ്റ് ബാങ്ക് തങ്ങളുടെ ഭാഗമാക്കി മാറ്റും. പക്ഷേ അതിൽ അമേരിക്ക അക്കാര്യത്തിൽ വ്യക്തമായൊരു നിലപാട് പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. അതായത് ഒരു തരത്തിലും വെസ്റ്റ് ബാങ്ക് ഇത്തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗമാകില്ല, അത് ഒരു വ്യാമോഹം മാത്രമാണ് എന്നടക്കമുള്ള ചില പ്രതികരണങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് പലകുറി നടത്തുകയും ചെയ്തതാണ്. പക്ഷേ അത് പിടിച്ചടക്കുക എന്ന രീതിയിൽ വെസ്റ്റ് ബാങ്കിലും സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും കരാർ ലംഘനം അതിരൂക്ഷമാകുന്നു. 18 ദിവസം മാത്രമായിരുന്നു സമാധാനം പുനഃസ്ഥാപിക്കാനായത്. സമാധാനം പുനഃസ്ഥാപിക്കാനായെങ്കിൽ പോലും തന്നെ ഗാസയിലെ പലയിടങ്ങളിലും വെടിവെച്ചുകളും ഒപ്പം തന്നെ ബോംബാക്രമണങ്ങളും ഒക്കെ ഉണ്ടായതും നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ രൂക്ഷമായ രീതിയിൽ ഈ ഒരു വെടിനിർത്തൽ കരാർ ലംഘനം ഇസ്രായേൽ സേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ചർച്ചകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് വളരെ സംശയകരമാണ്. അതായത് 2ാം ഘട്ട ചർച്ചകൾ നടക്കണം. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ, അത് സംബന്ധിച്ച് ഉള്ള തുടർ നടപടികളൊക്കെ കൈക്കൊള്ളാൻ ഖത്തറിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെ കൂടിയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ ഈ ചർച്ചകൾ നീണ്ടുപോകും, അല്ലെങ്കിൽ അത് നടക്കാനുള്ള സാധ്യത വളരെ വിരളമായിട്ട് തന്നെയാണ് അവർ കണക്കാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ബന്ദിക്കൈമാറ്റവും ഒപ്പം തന്നെ വെടിനിർത്തലും, അതായത് പൂർണ്ണമായും ഒരു വെടിനിർത്തൽ വേണമെന്നുള്ള ആവശ്യമായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അതിപ്പോൾ ലംഘനം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 2ാം ഘട്ടത്തിൽ ഹമാസിന്റെ നിരായുധീകരണം അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് ഇനി എങ്ങനെ യാഥാർത്ഥ്യമാകുമെന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. എന്തായാലും ഇസ്രായേൽ സേനയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഗാസയിൽ വീണ്ടും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഭവ്യ. എം.ജി. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.